അയാൾ പറയുന്നത് അറിയോ, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നാണ്. സഹോദരങ്ങൾ, അങ്ങനെ പറയുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഒരിക്കലും സത്യവിശ്വാസികൾ എന്ന നിലയിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഫലാ യജൂസു ലഹു അൻ യതമന്നൽ മൗത്ത്. സത്യവിശ്വാസികൾക്ക് ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. എന്നിട്ട് എന്താ പറയുന്നത് അറിയോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സന്ദർശിച്ചു. യസ്തക്കി, അദ്ദേഹം പറയുന്നത് അറിയോ, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്ന മറുപടി എന്താ അറിയോ, യാ അമ്മി, റസൂലുള്ളാഹിന്റെ എളാപ്പയാണ്, യാ അമ്മി, എളാപ്പ, ലാ തതമന്നൽ മൗത്ത്, നിങ്ങൾ ഒരിക്കലും മരണത്തെ കൊതിക്കരുത്. ഫഇന്നക ഇൻ കുൻത മുഹ്സിന, നിങ്ങൾ നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം കിട്ടിയാൽ എത്ര നന്മ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത് പറഞ്ഞ വാചകം എന്താ അറിയോ, ഇനി നിങ്ങൾ ഒരു തിന്മ ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ പടച്ചവനോട് ഏറ്റു പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിച്ചു. അപ്പോൾ ഒരാൾക്ക് മരണമാണോ ഹൈറ്, ജീവിതമാണോ ഹൈറ് എന്ന് ഒരിക്കലും ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അത് ആർക്ക് മാത്രമേ അറിയുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും എന്നൊന്ന് മരിപ്പിച്ചേരണമെന്ന് ഒരിക്കലും പറയരുത്. മറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ, എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എനിക്ക് ജീവിതം തരണേ റബ്ബേ. വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ, എനിക്ക് മരണമാണ് ഹൈറെങ്കിൽ എനിക്ക് മരണം തരണേ റബ്ബേ. എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എനിക്ക് ജീവിതം തരണേ റബ്ബേ. നമുക്ക് ജീവിതമാണോ മരണമാണോ ഹൈറെന്ന് നമുക്കാർക്കും അറിയില്ല. അറിയാവുന്നതാരാ? അള്ളാഹ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ പ്രായം ചെന്നവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം.